നമസ്കാരം. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകയിരം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് നോക്കുക. വ്യാഴദശയാണോ, ചൊവ്വാദശയാണോ, ചന്ദ്രദശയാണോ എന്ന് നോക്കുക. ഈ 3 ദശാകാലവും നിങ്ങൾക്ക് മോശമായിരിക്കും. ഈ 3 ദശാകാലത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഇപ്പൊ വ്യാഴം എന്ന് പറയുന്നത് നല്ലതാണെന്ന് വിചാരിച്ചാലും വ്യാഴദശാകാലം ചിലപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗുണം തന്നോളന്നില്ല. അപ്പൊ ഈ 3 ദശാകാലത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ചന്ദ്രദശാകാലം 10 വർഷമാണ്. അപ്പൊ നിങ്ങൾക്കത് മോശമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ശുക്രപ്രീതി കർമ്മങ്ങളായിട്ടുള്ള ദുർഗാ പൂജ നടത്തുക. ദുർഗയ്ക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ വെളുത്ത പൂക്കൾ കൊണ്ട് ശുക്രപ്രീതി കർമ്മങ്ങളായിട്ടുള്ള ദുർഗാ ഭഗവതിക്ക് നിങ്ങൾ പൂജ ചെയ്യുക. ഭഗവതിക്ക് നിങ്ങൾ വഴിപാട് ഭാഗ്യസൂക്തം ചെയ്യുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാം. വെള്ളിയാഴ്ച വ്രതം എടുക്കാം. മഹാലക്ഷ്മി പൂജ നടത്താം. മഹാലക്ഷ്മി പൂജ എന്ന് പറയുമ്പോൾ നമ്മളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടൊരു ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് അത് ചെയ്യിക്കാം, വീട്ടിൽ തന്നെ ചെയ്യിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വ്രതം എന്ന് പറയുമ്പോൾ അന്നേ ദിവസം അന്നം കഴിക്കാതെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് രാത്രി അത്താഴപ്പശ്നി കിടക്കണ്ട, മറിച്ച് പഴങ്ങളോ ഏതെങ്കിലും സൂര്യാസ്തമയത്തോടു കൂടി ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ പാലോ എന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വ്രതം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ദശാകാലമൊക്കെ മോശമാണ്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യക്കുറവ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാം, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പോൾ വെള്ളിയാഴ്ച വ്രതം എടുക്കാം. മഹാലക്ഷ്മി പൂജ ചെയ്യാം. മഹാലക്ഷ്മി പൂജയൊക്കെ നിരന്തരമായിട്ട് എല്ലാ മാസവും പൗർണമി നാളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന ഗ്രഹങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച, സാമ്പത്തിക ഉയർച്ച തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ നിങ്ങൾക്ക് പതിവായിട്ട് ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും സന്താന സൗഖ്യത്തിനും ഒക്കെ ആയിട്ട് ബുധനെ പ്രീതി വരുത്തുക. ബുധനെ പ്രീതി വരുത്തുക എന്ന് പറയുമ്പോൾ ബുധ അഷ്ടോത്തരമുണ്ട്. ഈ ബുധ അഷ്ടോത്തരം നമ്മൾ ജപിക്കുക. ബുധ അഷ്ടോത്തരം ജപിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കൃഷ്ണനാണ് ബുധൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാം. കൃഷ്ണന് നെയ്വിളക്ക് സമർപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുധനാഴ്ച ദിവസമൊക്കെ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കൊന്നും അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പോയിട്ട് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട്, പ്രത്യേകിച്ച് ഭാഗ്യസൂക്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ത്രിമധുരം നേദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സന്താന സൗഖ്യത്തിനും അതുപോലെ ഇപ്പൊ കുട്ടികളുടെ ഏതെങ്കിലും കാര്യങ്ങളിൽ കുട്ടികൾ മോശമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞ് നമുക്ക് വഴിപാടുകൾ കഴിക്കാം. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ബുധാഷ്ടോത്തരം ജപിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ രാശിക്കാർക്ക് ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാതിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വിവാഹം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ചൊവ്വാഴ്ച, ഇപ്പോൾ ഒന്നുകിൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ ഒരു 11 അങ്ങനെ ഒരു നിശ്ചിത ചൊവ്വാഴ്ച നിങ്ങളുടെ കാഠിന്യമാണ്. ഇപ്പോൾ കുറച്ച് ഏജ് ഓവറായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവരാണെങ്കിൽ ഒരു നിശ്ചിത ചൊവ്വാഴ്ച, ഒരു 7 ചൊവ്വാഴ്ച എടുക്കുക, അല്ലെങ്കിൽ ഒരു 11 ചൊവ്വാഴ്ച എടുക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ അങ്കാരക പൂജ ചെയ്യുക. എന്നിട്ട് 7ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ അവസാനത്തെ ചൊവ്വാഴ്ച ആ അങ്കാരക പൂജയുടെ സമാപ്തി നടത്തിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ യോഗം വരും. ബിസിനസ്സിലെ ലാഭവും ആയുർദോഷ ശാന്തി, വ്യാഴദശയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യാഴദശയിൽ ശനിയുടെ അപഹാരത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ, ആയുസ്സിന് ദോഷം വരുന്ന അപകടങ്ങളൊക്കെ സംഭവിക്കാം. ചിലവർക്ക് പെട്ടെന്ന് വാഹന അപകടമൊക്കെ ഉണ്ടാവാം, പെട്ടെന്ന് ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ടുള്ള അപകടങ്ങളുണ്ട്. അങ്ങനെ വരുന്നവരൊക്കെ ഈ പറയുന്ന ഇതിന് വ്യാഴപ്രീതി നടത്തുന്ന ഉത്തമമാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവാണ്, വ്യാഴപ്രീതി ചെയ്യുന്ന ഉത്തമമാണ്. സഹസ്രനാമം പാരായണം ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഭാഗ്യസൂക്തം പാരായണവും ചെയ്യാം. ഭാഗ്യസൂക്തം നിങ്ങൾക്ക് ജപിക്കുകയും ചെയ്യാം. ക്ഷേത്രത്തിൽ വഴിപാടായിട്ടും നടത്താം. നിത്യവും ശനിയെ ഭജിക്കുന്നത് കൊണ്ട് ഈ രാശിക്കാർക്ക് തൊഴിൽ പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്.